ബിനു, വിവാഹ തട്ടിപ്പുകാരി രേഷ്മയുടെ അണിയറ കഥകൾ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ പുറത്തു വരികയാണ്. അത് പുറത്തു പറയാൻ പറ്റുന്നത് മാത്രം ഒന്ന് പറഞ്ഞാൽ കൊള്ളായിരുന്നു. പുറത്ത് പറയാൻ പറ്റുന്നത് കുറവാണ്, എങ്കിലും പറയാം. അതായത് ഈ വിവാഹ തട്ടിപ്പുകാരി രേഷ്മയെ സംബന്ധിച്ചിടത്തോളം, രേഷ്മ വിവാഹ തട്ടിപ്പ് നടത്തുന്നത്, സാധാരണ പുരുഷന്മാർ വിവാഹ തട്ടിപ്പ് നടത്തുന്നത് പറഞ്ഞാൽ പണം അപഹരിക്കാൻ വേണ്ടിയാണ്. ഉറപ്പായിട്ടും. അപ്പം നമുക്കൊരു സംശയം, സ്വാഭാവികമായിട്ടും രേഷ്മ എന്തിനായിരിക്കും? രേഷ്മയും പണം അപഹരിക്കാൻ തന്നെയാണ്. അപ്പോൾ പ്രേംലാൽ ചോദിക്കും, എന്താണത്, എങ്ങനെ പണം അപഹരിക്കും? അതായത് ഇവർ ഒരു വിവാഹിതയാണെന്നോ ഒരു കുട്ടിയുണ്ടെന്നോ അങ്ങനെയൊക്കെയുള്ള രീതിയിൽ പരസ്യം കൊടുത്തിട്ട് അപ്പോൾ ഓരോരുത്തർ ഫോണിൽ ബന്ധപ്പെടുമല്ലോ. ബന്ധപ്പെടുമ്പം അവരെ വിശ്വാസ്യത നേടാനായിട്ട് അനാഥയാന്നുള്ള ഒരു ഇത് ഇറക്കി കഴിഞ്ഞിട്ട് ഇപ്പോൾ സാമ്പത്തികം ഇല്ല എന്ന് പറഞ്ഞാൽ അവരെ കെണിയിൽ വീഴ്ത്തും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ വരുന്ന പുരുഷൻ താലിമാലയും സ്വർണവും ഒക്കെ വാങ്ങിക്കൊടുത്തുകൊണ്ട് വിവാഹം നടത്തും. അങ്ങനെയാണ് ഇവൾ ഇത്തരത്തിൽ വിവാഹത്തിന് സജ്ജമായി വരുന്നത്. എത്ര പേര് കെണി വീണു? 10 പറയപ്പെടുന്നത്. പക്ഷേ 10 മുകളിലുണ്ടെന്നാണ് മനസ്സിലാകാൻ കഴിയുന്നത്. ചിലരെല്ലാം മിക്കവാറും ഉള്ളവരെല്ലാം മാനക്കേട് കൊണ്ട് പറയില്ല. അപ്പോൾ 10 പേരെ വിവാഹം കഴിച്ച രേഷ്മ ഈ 10 പേരുമായിട്ട് ബന്ധം പുലർത്തി പോകുന്നിരുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. അലാറം വെച്ച് പോലും ഓരോ വീടുകളിൽ വിളിക്കും. അതായത് ബീഹാറിൽ ജോലി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് പോകും. സ്വാഭാവികമായിട്ടും അവരായിരിക്കും ബീഹാറിൽ ജോലിയാണല്ലോ. എന്നിട്ട് അങ്ങനെയൊക്കെയുള്ള തട്ടിപ്പുകളാണ് നടത്തുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും വിളിക്കണമല്ലോ. ഇപ്പോൾ ഭാര്യ വേറൊരു സ്ഥലത്ത് ജോലിയാണെങ്കിൽ ഒരു ദിവസം വിളിക്കുമല്ലോ. അതിനായൊക്കെ പ്രത്യേക സമയം കണ്ടെത്തും രേഷ്മ. പിന്നെ ഒരു ബന്ധത്തിൽ മാത്രമേ ഒരു കുട്ടി ഉണ്ടായുള്ളൂ. അപ്പം ഈ വീട്ടുകാരുമായൊക്കെ അടുത്ത ബന്ധം, അതായത് ഈ വരൻ്റെ അമ്മയുമായൊക്കെ അടുത്ത ബന്ധം പുലർത്തുന്നു. ബീഹാറിലെ സ്കൂളിലെ അധ്യാപികയെന്ന് വിശ്വസിപ്പിച്ചാണ് ഭർത്താക്കന്മാരെ എല്ലാം രേഷ്മ പറ്റിച്ചത്. എല്ലാ ഭർത്താക്കന്മാരുമായി നല്ല ബന്ധം സൂക്ഷിക്കാൻ കഴിഞ്ഞു. അത് ഈ രേഷ്മയെ സമ്മതിച്ചു കൊടുത്തേ പറ്റൂ. ഇത്രയും പേരെ ഒരുമിച്ച് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാമെന്ന് പറഞ്ഞാൽ. ഏതായാലും ബീഹാറിലേക്ക് പോകുന്നുവെന്ന് വിശ്വസിപ്പിച്ചാണ് ഒരു ഭർത്തൃ വീട്ടിൽ നിന്ന് മറ്റൊരു വീട്ടിലേക്ക് യാത്ര തിരിക്കുന്നത്. 10 ഭർത്താക്കന്മാരെയും വിളിക്കാൻ പ്രത്യേക സമയം കണ്ടെത്തും. അതായത് ടൈം ഷെഡ്യൂൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ കൃത്യമായ ടൈം ടേബിളോടെയാണ് അവർ തട്ടിപ്പ് നടത്തിയിരുന്നത്. രേഷ്മ വിവാഹം കഴിച്ച എല്ലാവരെയും പോലീസ് ബന്ധപ്പെട്ടിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള മോഷണ ശ്രമങ്ങൾ സംബന്ധിച്ചോ തട്ടിപ്പ് സംബന്ധിച്ചോ ഒരു പരാതിയും ആരും ഇതുവരെ കൊടുത്തിട്ടില്ല. പലരും നാണക്കേട് കൊണ്ടാണ് ഇതൊന്നും പുറത്തു പറയാത്തത്. രേഷ്മയ്ക്ക് 30 വയസ്സേ ഉള്ളൂ. ഈ 30 വയസ്സിനിടയിലാണ് ഇത്രയും വിവാഹങ്ങൾ നടത്തിയത്. അതോടൊപ്പം തന്നെ ഈ ഇത്രയും പേരെ കുരുക്കി എന്തിനാന്നുള്ള ചോദ്യം ചോദിക്കുമ്പോൾ, നിലവിൽ റിമാൻഡിൽ കഴിയുന്ന രേഷ്മയെ കസ്റ്റഡിയിൽ വാങ്ങാനായിട്ട് ഇന്ന് ആര്യനാട് പോലീസ് അപേക്ഷ നൽകും. അന്നേരം കൂടുതൽ വിവരങ്ങൾ അറിയാൻ പറ്റും. 2014 ആദ്യ വിവാഹം. എറണാകുളം സ്വദേശിയാണ് ഇവർ വിവാഹം ചെയ്തത്. 2017 വരെയും ഇരുവരും ഒന്നിച്ചു കഴിഞ്ഞു. അതിനുശേഷമാണ് ഈ വിവാഹം ഒരു തട്ടിപ്പായി ചെയ്യാം എന്നുള്ളത്. 3 വർഷത്തെ ദാമ്പത്യത്തിന് ശേഷം. അതെ. 2022 ആയപ്പോഴേക്കും രേഷ്മ 4 വിവാഹങ്ങൾ കഴിച്ചു. പിന്നെ അതീവ വേഗതയിലായിരുന്നു. തിരുവനന്തപുരം, അങ്കമാലി, തൊടുപുഴ, വാളകം സ്വദേശികളുമായിട്ടായിരുന്നു വിവാഹം. US നേഴ്സായ തൊടുപുഴ സ്വദേശിയും തട്ടിപ്പിനിരയായിട്ടുണ്ട്. ഒരു പുരുഷൻ തൊടുപുഴ സ്വദേശിയായിട്ടുള്ള ഇയാൾ ഫെബ്രുവരി 17 നാട്ടിലെത്തി 19 രേഷ്മയെ വിവാഹം കഴിച്ചു. തുടർന്ന് 24 ഇയാൾ US മടങ്ങി. 29 വരെ ഇയാളുടെ വീട്ടിൽ കഴിഞ്ഞ രേഷ്മ തുടർന്ന് വാളകം സ്വദേശിയുടെ അടുത്തേക്ക് മടങ്ങി. തുടർന്ന് മാർച്ച് 1 ഇയാളുമായി വിവാഹം നടത്തി. സർട്ടിഫിക്കറ്റ് എടുക്കാനുണ്ടെന്ന് പറഞ്ഞാണ് രേഷ്മ തൊടുപുഴയിലെ ഭർത്തൃ വീട്ടിലേക്ക് പോയിരുന്നത്. ഇതിനിടെ മാട്രിമോണി സൈറ്റ് വഴി കോട്ടയം സ്വദേശിയെ പരിചയപ്പെട്ടു. ഈ മാട്രിമോണി സൈറ്റ് എടുത്തിട്ട് അവരെ വിളിച്ചിട്ടാണ് രേഷ്മ തട്ടിപ്പ് നടത്തുന്നത്. തൊടുപുഴയിൽ നിന്ന് വാളകത്തേക്കുള്ള യാത്രകൾക്ക് രേഷ്മ ഉപയോഗിച്ചിരുന്നത് കോട്ടയം സ്വദേശിയായിരുന്നു. അപ്പോൾ ഓരോന്നിനും ഓരോരുത്തരെ ഉപയോഗപ്പെടുത്തും. പിന്നെ ഇതേ ആളാണ് പഞ്ചായത്ത് അംഗവുമായുള്ള വിവാഹത്തിന് രേഷ്മയെ തിരുവനന്തപുരത്ത് എത്തിച്ചത്. മറ്റൊരു കാരണം പറഞ്ഞാൽ തിരുവനന്തപുരത്ത് എത്തിക്കുന്നത്. ബീഹാറിലെ ടീച്ചറാണ്. അപ്പോൾ തിരുവനന്തപുരത്ത് ഇതിൻ്റെ ബന്ധപ്പെട്ടൊരു ഓഫീസുണ്ട്. അവിടെ പോയി എന്തോ കാര്യങ്ങൾ ക്ലിയർ ചെയ്യണമെന്നൊക്കെ പറഞ്ഞാണ് പോകുന്നത്. അപ്പം പോകുന്നതിന് മുൻപ് താലി കെട്ടണമെന്ന് ഇയാൾ പറഞ്ഞതോടെ യാത്രക്കിടയിൽ ക്ഷേത്രത്തിൽ കയറി പിന്നീട് പരിചയപ്പെട്ട ആളിനെ. അപ്പം നട അടച്ചിരുന്നതിനാൽ അന്ന് വിവാഹം നടന്നില്ല. അന്ന് എന്തോ ഭാഗ്യം കൊണ്ട് നട അടച്ച് ഇരുന്നതായിരുന്നു. ഇതിൻ്റെ തൊട്ടടുത്ത ദിവസമാണ് ആര്യനാട്ട് ഉള്ള ആളുമായിട്ട് വിവാഹം നടത്താനിരുന്നത്. അപ്പോൾ ഒരു വിവാഹം തലേന്ന് നട അടച്ചതുകൊണ്ട് മുടങ്ങി. എങ്കിലും പിറ്റേ ദിവസത്തെ വിവാഹം മുടങ്ങിയില്ല. പിന്നെ വിവാഹശേഷം കൂടുതൽ കാലം ഒന്നിച്ച് ജീവിച്ചത് കൊല്ലം സ്വദേശിയുടെ കൂടെയാണ്. അപ്പോൾ ഈ ബന്ധത്തിലാണ് ഒരു കുഞ്ഞുണ്ടായത്. അപ്പോൾ ഈ പ്രസവിക്കുന്ന ഒരു വർഷം മാത്രം വിവാഹമൊന്നും കഴിച്ചില്ല. കാരണം ഗർഭിണിയായിട്ടിരിക്കുകയാണല്ലോ. അപ്പോൾ വിവാഹം കഴിക്കാനുള്ള സമയമില്ല. അതുകൂടാതെ തന്നെ ഈ നെടുമങ്ങാട് സ്വദേശി, കോട്ടയം സ്വദേശി, തിരുമല സ്വദേശി എന്നിവർക്ക് ഇത് കൂടാതെ ഈ 10 പേര് കൂടാതെ വിവാഹ വാഗ്ദാനം നൽകിയിരുന്നു. എൻ്റെ കൂടെ തന്നെ ഇത് പിടിയിലാവുന്നത്. അവർ രക്ഷപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും വലിയത്. പിന്നെ ഈ പഞ്ചായത്ത് അംഗവുമായുള്ള വിവാഹത്തിന് കുളിക്കാൻ പോകുന്നുവെന്ന് പറഞ്ഞ് കുളിമുറിയിൽ കയറിയെങ്കിലും കുളിച്ചില്ല. അവിടെയുള്ളൊരു സ്ത്രീ അത് കണ്ടെത്തി. കുളിമുറിയിൽ കയറി കുളിച്ചില്ല എന്ന് കണ്ടെത്തിയപ്പോഴാണ് സംശയം തോന്നിയത്. അങ്ങനെയാണ് അവർ പോയി
പ്രതിശ്രുത വരൻ്റെ സുഹൃത്തിൻ്റെ ഭാര്യയാണ് ഇത് കണ്ടുപിടിച്ചത്. സംശയമണത്ത ഇവർ പ്രതിശ്രുത വരനെ അറിയിച്ചു. ബ്യൂട്ടി പാർലറിൽ കയറിയ സമയം നോക്കി ഇവരുടെ ബാഗ് പരിശോധിച്ചപ്പോഴാണ് കുറേ വിവാഹ ഫോട്ടോസും അതുമായി ബന്ധപ്പെട്ടുള്ള ഇതും ഒക്കെ പിടി വീണത്. അപ്പോൾ സംസ്കൃതത്തിൽ ബിരുദാനന്തര ബിരുദവും PhDയും ചെയ്യുന്നുവെന്നാണ് രേഷ്മ പോലീസിനോട് വ്യക്തമാക്കിയത്. തീവണ്ടി യാത്രക്കിടയിൽ പരിചയപ്പെട്ട അങ്കമാലി സ്വദേശി, തിരുവനന്തപുരം, കൊല്ലം, തൊടുപുഴ, വാളകം സ്വദേശികൾ എന്നിവരെയും വിവാഹം ചെയ്ത വിവരമുണ്ട്. ഈ 10 പേർ കൂടാതെ. അപ്പോൾ ഏകദേശം ഒരു 10-15 വിവാഹം കഴിച്ചിട്ടുണ്ട്. അപ്പം ഏതായാലും ഭൂരിഭാഗം ഭർത്താക്കന്മാരെ ഒരാഴ്ചയ്ക്കൊക്കെ ഉപേക്ഷിച്ച് പോകും. പിന്നെ ഈ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോരുത്തരെയും വിളിക്കാൻ പ്രത്യേക ടൈം ഷെഡ്യൂളൊക്കെ നിശ്ചയിച്ചിട്ടുണ്ട്. അത് ഈ മൊബൈലിൽ അലാറം വയ്ക്കും. 5 മണിക്ക് സുരേഷ്, 6 മണിക്ക് രമേശ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു കണക്കൊക്കെ വെച്ചിട്ടാണ് അത് കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. പൈസ ഒരു കുടുംബം നടത്തിക്കൊണ്ടുപോകാൻ. അതെ അതെ. പിന്നെ ഈ സ്വർണവും അതും ഇതൊക്കെ ഇവർ ദരിദ്രയാണെന്ന് പറയുമ്പോൾ അവർ ഭർത്താക്കന്മാരെ തന്നെ സ്വർണ്ണമൊക്കെ കൊടുത്തിട്ടാണല്ലോ വിവാഹം കഴിക്കുന്നത്. ആ സ്വർണ്ണമൊക്കെ പണയം വെച്ചും ഒക്കെ കിട്ടുന്ന തുകകളും എല്ലാം ഉണ്ട്. അതുകൊണ്ടൊരു നല്ലൊരു ലക്ഷറായിട്ടുള്ളൊരു ജീവിതമാണ് അവർ നയിച്ചു വന്നത്. അപ്പോൾ ഇത് പിടിയിലാവുമെന്ന് അറിഞ്ഞില്ല. അവിടെ ഈ ഇത്തരത്തിലൊരു സംശയം തോന്നിയതിൻ്റെ അടിസ്ഥാനത്തിൽ ചോദ്യം ചെയ്തപ്പോഴാണ് ഇത്തരത്തിൽ ഇത് പുറത്തു വന്നത്. ഇപ്പോൾ ഏകദേശം 4-5 പേർക്ക് വിവാഹം വാഗ്ദാനവും നൽകിയിട്ടുണ്ടായിരുന്നു. അവർ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ മതി. അപ്പം വലിയൊരു തട്ടിപ്പാണ് ഇവർ നടത്തിയതെന്നുള്ളതാണ്. കാരണം ഈ 30 വയസ്സിനുള്ളിൽ ഇത്രയും വിവാഹ വാഗ്ദാനം നൽകുക, മാട്രിമോണിയൽ വഴി ഓരോരുത്തരുടെ നമ്പർ എടുത്ത് അവരെ വിളിച്ച് വിശ്വസിപ്പിച്ച് കൊണ്ടുപോകുക, ഇതെല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ മറ്റൊരു കാര്യം. അതായത് ഈ പുരുഷന്മാരെ ഈ പ്രണയബന്ധത്തിൽ പെടുത്തുക. അപ്പോൾ അവര് പ്രണയബന്ധത്തിൽ ഇരിക്കുമ്പോൾ പ്രണയിനി പറയുന്നതെല്ലാം കണ്ണുടച്ചങ്ങ് വിശ്വസിക്കുക. അവർക്ക് കഴിയാവുന്ന രീതിയിൽ സഹായിക്കുക, ആ പൈസ മുഴുവൻ അടിച്ചുകൊണ്ട് പോകുക. നമ്മൾ ഈ പുരാണത്തിൽ 5 ഭർത്താക്കന്മാരുള്ള ഒരു സ്ത്രീയെ പാഞ്ചാലി എന്ന് വിശേഷിപ്പിച്ചു. ഈ 10ഉം 15ഉം ഉള്ളതിനൊക്കെ പറയാൻ വാക്കുകളില്ല. അതെ അതെ അതെ. ഏതായാലും നാഗേന്ദ്രന്റെ ഹണിമൂൺ എന്ന് പറഞ്ഞൊരു മലയാളത്തിൽ ഇറങ്ങിയ ഒരു വെബ് സീരീസ് സുരാജ് വെഞ്ഞാറമുണ്ട്. ഓരോ സ്ഥലത്ത് പോയി വിവാഹ തട്ടിപ്പ് നടത്തുന്നത്. അപ്പോൾ അതിനെ വെല്ലുന്ന ഒരു ഇതാണ്. കാരണം അതിൽ സുരാജ് 6-7 വിവാഹങ്ങളാണ് കഴിച്ചത്. ഇത് പക്ഷെ അത്രയല്ല, ഇത് ഒരുപാട് വിവാഹങ്ങൾ കഴിക്കുന്നു. പിന്നെ എത്ര പേരുണ്ടെന്ന് അറിയില്ല. ഇവരുടെ ഒരു പോലീസ് പറയുന്നതനുസരിച്ച് ഇവർ പോലീസിനോട് സമ്മതിച്ചത് പ്രകാരമാണ് ഈ 15ഓളം വിവാഹങ്ങൾ കാണിക്കുന്നത്. ഒരു പക്ഷേ അതിൽ കൂടുതലും ഉണ്ടാകാം, നമുക്കറിയില്ല. മണിച്ചന്റെ ഡയറി എന്നൊക്കെ പറഞ്ഞ് പണ്ട് പ്രമാദമായൊരു സംഗതി. അതേപോലെ രേഷ്മയുടെ ഡയറി ഒന്ന് പരിശോധിച്ച് കുറെ നമ്പരും ഒക്കെ കിട്ടും. രേഷ്മ പോലീസിനോട് പറഞ്ഞത് എന്നെ പുറത്തു വിടരുത്, അട്ടക്കുളങ്ങര ജയിലിൽ തന്നെ ഇടണം, കാരണം ഞാനിനി പുറത്തിറങ്ങിയാൽ വീണ്ടും വിവാഹം സാമൂഹ്യ പ്രശ്നമാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഏതായാലും ഇതൊരു വലിയ കൗതുകം നൽകുന്നൊരു വാർത്ത തന്നെയാണ്. കാരണം ഇത്രയധികം പുരുഷന്മാരെ വഞ്ചിച്ചു. അല്ലെങ്കിൽ അത് പണ്ടൊരു ചൊല്ലുണ്ടല്ലോ, ഈ പെണ്ണ് തുനിഞ്ഞാൽ പെണ്ണൊരുമ്പെട്ടാൽ എന്ന് പറയുന്ന പോലെ. അതുകൊണ്ട് തന്നെ ഇതൊരു വലിയ ഒരു സാമൂഹ്യ പ്രശ്നം കൂടിയാണ്. കാരണം നമ്മൾ ഇതുവരെ ഇങ്ങനെയുള്ള വാർത്തകൾ വളരെ അപൂർവമായിട്ട്, ഒരു കാണക്കാരി സ്വദേശി കോട്ടയം, അവരിതുപോലെ ഒരു 3-4 വിവാഹങ്ങൾ ചെയ്തത് ഒരിക്കൽ വലിയ വാർത്തയായിരുന്നു. അവരെ പിടിയിലായ അന്ന് മാധ്യമങ്ങളടക്കം എല്ലാവരും വാർത്ത ചെയ്തിരുന്നു. പക്ഷേ അതിന് ശേഷം പുരുഷന്മാർ ഒരുപാട് വിവാഹ തട്ടിപ്പ് നമ്മൾ മിക്കവാറും പത്രങ്ങളിൽ കാണാറുണ്ട്. പക്ഷേ ഒരു സ്ത്രീ ഇത്രയധികം വിവാഹങ്ങൾ കഴിക്കുക, ഇത്രയും പേരെ അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുക എന്ന് പറയുന്നത് ആദ്യത്തെ അനുഭവമാണ്.